കപ്പിന് വേണ്ടി അവരിതും ചെയ്യാം. ഓ വിനു ആണത് ചെയ്യുന്നത്, വിനു ആണെങ്കിൽ വീണ്ടും കപ്പടിക്കാൻ അവൻ എന്തും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആൾക്കാർ ഇത് 50% ആൾക്കാരും അതിൽ തന്നെ വിശ്വസിക്കും. പിന്നെ ആൾക്കാർ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള ആർമീസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ആൾക്കാർ ഫേക്ക് ഐഡീസ്, ബിക്കോസ് ഇതൊന്നും ഒറിജിനൽ ഐ ഡി എന്നല്ല ഇതെല്ലാം ചെയ്യുന്നത്. ഫേക്ക് ഐ ഡി ഇന്ന് ആരോ ക്രിയേറ്റ് ചെയ്ത് ഏതൊക്കെ VPN പോയിരുന്നിട്ടൊക്കെ ആയിരിക്കും കമൻറ്റ് ചെയ്യുന്നത്. ഇവൻ എവിടെ നിന്ന് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും? മനസ്സിലായി. ഇപ്പോൾ നമ്മൾക്ക് വരുന്ന നമ്മളുടെ അടുത്ത് ആരും കംപ്ലയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അപ്പാനി ശരത്തിൻ്റെ ഫാമിലി നമ്മളോട് കൺസേൺ പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആക്ഷൻ എടുത്തു. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമ്മളായിട്ട് തന്നെ റിവീൽ ചെയ്യുന്നുള്ള രീതിയിൽ, നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. ഒന്നാമത് അത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ്. എവിക്റ്റായി പോയ ആൾക്കാരെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവരുടെ ലൈഫായി. ബിഗ് ബോസ് ഷോന് ശേഷം ഇവരെ വേട്ടയാടുന്നത് എന്തിനാണ്? ഇപ്പോൾ ഷോ കഴിഞ്ഞും കിട്ടുന്ന ഹെയ്റ്റ് PR ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇപ്പോഴും മുമ്പത്തെ സീസൺ 5ാം സീസണിലും 4ാം സീസണിലും മത്സരിച്ച ആൾക്കാർക്ക് ഇപ്പോഴും ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. അത് ഈ ബിഗ് ബോസ് ഷോൻ്റെ പ്രശ്നമാണ്. ആ ഷോയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്.